ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയത് കഴിഞ്ഞ LDF സർക്കാരാണ് ബാർ വിഷയത്തിൽ. നമുക്കൊക്കെ അറിയാലോ. അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ 29 ബാറുകൾ ഉള്ള സ്ഥലത്ത് നിന്ന് 905 ബാറുകളിലേക്ക് വർദ്ധിപ്പിച്ചു. ഇവൻ ഇപ്പോൾ ചോദിക്കുന്നത്, സതീശനോട് ചോദിക്കുന്നത് എത്ര കോടി കിട്ടി എന്നൊക്കെയാണ്, എത്ര കിട്ടി എന്നൊക്കെയാണ് MP രാജേഷ് കഴിഞ്ഞ ദിവസം ചോദിച്ചത്. അതായത് ഈ വില നിശ്ചയിച്ചപ്പോൾ വീര്യം കുറഞ്ഞ മദ്യങ്ങൾക്ക് അവർ തീരുമാനിച്ച, അതാണ് ഏറ്റവും വലിയ രസം, LDF തീരുമാനിച്ച ഈ വീര്യം കുറഞ്ഞ മദ്യം, ആ മദ്യത്തിന് VD സതീശൻ ആകെ ചെയ്തത് അതിനൊരു വില നിശ്ചയിച്ചു. അതിന്റെ പേരിലാണ് ഇവൻ ചോദിക്കുന്നത്, ഈ രായപ്പൻ ചോദിക്കുന്നത് എത്ര കിട്ടിയെന്ന്. ഇവന്റെ ഭരണകാലത്ത് ഇവൻ എത്ര കിട്ടി എന്നുള്ളത് അതിന്റെ തെളിവാണ്. ഇവന് കിട്ടിയല്ലോ. ഇവന് കിട്ടിയത് കൊണ്ടാണല്ലോ ഇവൻ ചോദിക്കുന്നത്, എന്താ പറയാ, എനിക്ക് ഇത്രയൊക്കെ കിട്ടി, അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് ചോദിക്കാണ്. ഉളുപ്പില്ലാത്ത ഇവൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, 29 ബാറിന്ന് ഇത് 905 വർദ്ധിപ്പിച്ചു. അപ്പൊ ഇവര് വലിയ എന്താ പറയാ മദ്യവർജനക്കാര്. അതായത് 29 ബാറിന്ന് 905 ആക്കിയ ആൾക്കാരൊക്കെ വലിയ മാന്യന്മാര്. മാത്രമല്ല, ബാറിന്റെ സമയം കൂട്ടി. 11 മണിക്ക് അടച്ചിരുന്ന ബാറൊക്കെ 12 മണി വരെ തുറന്ന് പ്രവർത്തിക്കാം രാത്രി എന്ന് നിയമം പാസാക്കി. രാവിലെ 11 മണിക്കല്ല 10 മണിക്കേ തുറന്നോളി എന്ന് പറഞ്ഞു. ഇതിന്റെ പേരിൽ അത്ര കിട്ടിയതോ അതൊക്കെ പറയണ്ടേ? 5 സ്റ്റാർ ഹോട്ടലിൽ പൊലച്ച 3 മണി വരെ മറ്റേ ബാർ പ്രവർത്തിപ്പിക്കാം. അപ്പൊ ഇതിലൊക്കെ ഇവർക്ക് പൈസ കിട്ടി, അതാണ് പറയുന്നത്. അതിന്റെ പേരിലാണ് ഇപ്പൊ സതീശനോട് ചോദിച്ചത്, സതീശൻ എത്ര കിട്ടിയെന്ന്. സതീശൻ ഇവിടെ ഈ UDF സർക്കാരിന്റെ ഒരു മദ്യനയൊന്നും ഉണ്ടാക്കിയില്ല. സതീശൻ ആകെ ചെയ്തത് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ സർക്കാർ അനിശ്ചിതത്വത്തിൽ വെച്ചൊരു സാധനം, അതായത് ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താം എന്ന് LDF സർക്കാരാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ഇവര് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവര് വൻകിട കുത്തക മുതലാളിമാരിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തത്. ഇതിന് പകരം പറഞ്ഞ ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്താണെന്നറിയോ? ഇവന്റെയൊക്കെ വിചാരം നാട്ടുകാരൊക്കെ പൊട്ടന്മാരാണെന്നാണ്. ഇവർ പറഞ്ഞു വെച്ചത്, അതായത് കേരളത്തിലെ പച്ചക്കറി പച്ചക്കറി കർഷകരെ സഹായിക്കാൻ ഇവർക്ക് ഈ പഴവും പച്ചക്കറിയൊന്നും ഇവിടെ വിറ്റൊഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കണം എന്നാണ് ഇവരുടെ പ്ലാൻ. എടോ, ഇവിടെ പച്ചമുളക് കറിവേപ്പില വരെ ഇവിടെ കൊണ്ടുവരുന്ന എവിടുന്നാണെന്നറിയോ? തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നാണ്, അല്ലേ? നമ്മളിവിടെ ആവശ്യത്തിനുള്ള തക്കാളിയും പച്ചമുളകും കറിവേപ്പിലും സാധാ പച്ചക്കറികൾ വരെ, സാധാ പഴങ്ങൾ വരെ എവിടുന്നാ വരുന്നേ? അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. എന്നിട്ട് ഇവൻ പറയാണല്ലോ ഇവിടത്തെ പഴങ്ങൾ, ഇവിടുത്തെ പച്ചക്കറികൾ ഇതുകൊണ്ടൊക്കെ മദ്യം ഉണ്ടാക്കാൻ പോകാണ്. ആരോടാടോ ഈ പറയുന്നത്? ആരോടാ പറയുന്നത്? ഇതൊക്കെ ദേശാഭിമാനി മാത്രം വായിക്കുന്ന അന്തംകമ്മികൾ വിശ്വസിക്കും. നിങ്ങളുടെ പ്ലാൻ ആയിരുന്നു മദ്യരാജാക്കന്മാർക്ക് ഈ ഒരു അവസരം നൽകി കൊടുക്കാൻ. നിങ്ങൾക്ക് പറ്റിയില്ല. കാരണം നിങ്ങൾക്ക് പ്രവർത്തന മികവില്ല, പ്രവർത്തന ശേഷിയില്ല. ഒക്കെ പകുതി വഴിക്കായിട്ട് വെച്ച് എന്നിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പച്ചക്കറിയും പഴത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു. സതീശൻ വന്നപ്പോ അതെല്ലാം പാടെ എന്താ പറയാ കുത്തക കമ്പനിക്കാർക്ക് അങ്ങോട്ട് തീറെഴുതി കൊടുത്തു. ഉളുപ്പ് വേണം. ഇതിനുത്തരം പറ. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന സാമ്പത്തിക വർഷം ബാർ ഹോട്ടലുകളുടെ വിറ്റുവരവ് നികുതിയിൽ 100.61 കോടിയുടെ കുറവ് അങ്ങോട്ട് വകവെച്ചു കൊടുത്തു. ഒരു പരിശോധനയും ഇല്ല. നിങ്ങൾ കണക്കൊന്നും തരണ്ട. 100 കോടി വിഴുങ്ങിക്കോ. അതിലെത്ര കോടി വിഹിതം കഴിഞ്ഞ LDF സർക്കാരിലെ മന്ത്രിമാർക്ക് കിട്ടി പറയണം. ജോജി സൈമന്റെ വാർത്തയാണ്. അതിങ്ങനെയാണ്: കഴിഞ്ഞ സർക്കാരിന്റെ അവസാന സാമ്പത്തിക വർഷം ബാർ ഹോട്ടലുകളിൽ നിന്ന് നികുതി പിരിക്കുന്നതിൽ വൻ വീഴ്ച. ഇവിടെ ആശാവർക്കർമാർ ഒരു 100 രൂപ ചോദിച്ചപ്പോ കൊടുക്കാൻ പൈസ ഇല്ല ഞങ്ങളുടെ കയ്യിൽ, അല്ലേ? കൊടുത്തില്ല. കാക്കിച്ചു തുപ്പി. കുട്ടികള് സ്കോളർഷിപ്പ് LSS മറ്റേ എന്താ പറയാ USS സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിന് പുതിയ പേരൊക്കെ ഇട്ട് വരും. എന്താ ചീഫ് മിനിസ്റ്റേഴ്സ് എന്താ കിഡ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു തട്ടിപ്പ് പേരൊക്കെ ഇട്ട്. നമുക്ക് അറിയാവുന്നത് LSS USS സ്കോളർഷിപ്പ് ഓരോ വർഷവും ലോവർ പ്രൈമറി ക്ലാസ്സുകളിലെയും അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലെയും കുട്ടികൾക്ക് മികച്ച കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. 1000 രൂപ 1500 രൂപ അത്രയേ ഉള്ളൂ. 1000 രൂപ 1500 രൂപ സ്കോളർഷിപ്പ് കൊടുക്കുന്ന അതുപോലും കൊടുത്തില്ല. അതുപോലും വർഷങ്ങളായി കൊടുത്തില്ല. എന്നിട്ട് ഇവര് ബാർ മുതലാളിമാരെ സഹായിക്കുന്ന ഇവരിപ്പം വന്നു കണ്ട് സതീശനെ ചുറിയാൻ നിൽക്കുകയാണ്. പറ്റൂല. ഇതൊക്കെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നിങ്ങളാണ് ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയിട്ട് നിങ്ങളാണ് സമയം കൂട്ടിക്കൊടുത്ത ആൾക്കാർ, അല്ലെ? ബാർ പ്രവർത്തിപ്പിക്കാൻ നിങ്ങളാണ് 29 നിന്ന് 905 ബാറുകൾ ഉയർത്തിയ ആൾക്കാർ. എന്നിട്ട് ഇവിടെ വന്ന് കണ്ട് ഇവിടെ സാരോപദേശം നൽകുക. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന സാമ്പത്തിക വർഷം ബാർ ഹോട്ടലുകളിൽ നിന്ന് നികുതി പിരിക്കുന്നതിൽ വൻ വീഴ്ച. നികുതി പിരിവ് ഉഴപ്പിയതിനാൽ മുൻ വർഷത്തേക്കാൾ നഷ്ടം 100.61 കോടി രൂപ. കേരളത്തിലെ മൊത്ത മദ്യ വിതരണക്കാരായ ബീവറേജസ് കോർപ്പറേഷന്റെ വിറ്റുവരവ് നികുതി
982.59 കോടി 6.61% വർദ്ധിച്ചപ്പോഴാണ് പെഗ് അടിസ്ഥാനത്തിൽ മദ്യം വിൽക്കുന്ന ബാർ ഹോട്ടലുകൾ സർക്കാരിന് നൽകേണ്ട നികുതിയിലെ വൻ ഇടിവ്. എത്ര? 17.7% ഇടിവ്. കഴിഞ്ഞ വർഷം 2025-26 ബാർ ഹോട്ടലുകളിൽ നിന്ന് ലഭിച്ച വിറ്റുവരവ് നികുതി 466.32 കോടി മാത്രമാണെന്നാണ് GST രേഖകൾ. 5 വർഷത്തിനിടെ പിരിച്ച ഏറ്റവും കുറഞ്ഞ തുകയാണിത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാറും ബിയർ പാർലറും ചേർത്ത് 1070 മദ്യശാലകളാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ബാറും ഈ ബിയർ വൈൻ പാർലറുകളും അടക്കം 1070 മദ്യശാലകളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. സംസ്ഥാനം മുഴുവൻ മദ്യമൊഴിക്കിയ ആൾക്കാരാണ് ഇപ്പൊ പറയുന്നത് ഈ സതീശൻ കേരളത്തെ മദ്യത്തിൽ മുക്കാൻ പോവുകയാണെന്ന്. അപ്പൊ അറിയുന്നതിനൊരു ഉളുപ്പ് വേണോ? ഉളുപ്പ് വേണം. നിർണായകമായ തിരഞ്ഞെടുപ്പ് വർഷത്തിലാണ് ബാർ ഹോട്ടലുകൾക്ക് 100 കോടിയിലധികം രൂപയുടെ ലാഭമുണ്ടായത് എന്ന് ഒട്ടേറെ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയരും. അല്ലേ? തിരഞ്ഞെടുപ്പ് വർഷത്തില് ബാർ മുതലാളിമാർക്ക് 100 കോടിയുടെ സൗജന്യമായിട്ട് കൊടുത്തതാണ്. 100 കോടി അല്ലേ? അതിൽ എത്ര കോടി നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വന്നു? തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കൊന്നും ആയിരിക്കില്ല. നിങ്ങളുടെ നേതാക്കന്മാർക്ക് എത്ര കോടി കിട്ടി? പറയടോ രായപ്പ. അല്ലാതെ ഞങ്ങൾ പച്ചക്കറിയും പഴങ്ങളും കൊണ്ട് നിങ്ങൾ മറ്റേ ഒലത്താൻ വന്നതിന് ഇവിടെ പച്ചക്കറിയും പഴവും ഇവിടെ നാട്ടുകാര് ഈ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ വരാൻ ഇവിടുന്ന് കാത്തിരിക്കണം പറയും. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ. അപ്പോഴാണ് ഇപ്പം ഇവിടെ ഇതുകൊണ്ട് മദ്യം ഉണ്ടാക്കാൻ പോയത്. അങ്ങനെയാണ് ഞങ്ങളെ പരിപാടി. ഇത് അതിന്റെ ഒരു ചാർട്ടൊക്കെ കൊടുക്കുന്നത്. ബാർ ഹോട്ടലുകളിൽ നിന്നുള്ള വിറ്റുവരവ് നികുതി 2021-22 539 കോടി, 2022-23 617 കോടി, 2023-24 579 കോടി, 2024-25 566 കോടി. അവസാനം കഴിഞ്ഞ വർഷമാവട്ടെ 2025-26 466 കോടി മാത്രം. എങ്ങനെയുണ്ട് ഇപ്പൊ? ഇനിയും സതീശൻ അങ്ങനെ ചൊറിയാൻ വരല്ലേ? സതീശനെ ചൊറിയാൻ വരണ്ട, വിവരം അറിയും. അത്രേ പറയാനുള്ളൂ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.